ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ചേർന്നിരിക്കുന്നത് പ്രധാനമായും വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിലേക്ക് അഥവാ ഇന്ത്യ മുന്നണിയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പോകുകയാണെന്നുള്ളൊരു വാർത്തയാണ്, ഒരു അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ആരാണ് വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡി? വൈ.എസ്.ആർ എന്ന് പറയുന്ന ജനകീയനായ കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ് വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡി. സ്വന്തമായി മീഡിയ ചാനലും അങ്ങനെ ഒരു കോടിപതിയായിട്ടുള്ളൊരു ധനികനായ നേതാവാണ് വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡി. വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു പദയാത്ര നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ആന്ധ്രയുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. വൈ.എസ്.ആർ എന്ന് പറയുന്ന വൈ.എസ്. രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പറ്റിയൊരു വലിയ തെറ്റാണ് റോസയ്യെ തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കിയത്. ആ സമയത്ത് സോണിയാഗാന്ധിയെ കാണാനായി വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡിയും വൈ.എസ്.ആറിൻ്റെ ഭാര്യയും കൂടി വന്നപ്പോൾ ഒന്ന് കാണാനുള്ള മനസ്സുപോലും അന്നത്തെ AICC പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്ന സോണിയാഗാന്ധി തയ്യാറായില്ല. അതിൻ്റെ ഭവിഷ്യത്താണ് കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ്സിന് ആന്ധ്രാപ്രദേശിൽ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശിൽ BJPയും TDPയും അതുപോലെ തന്നെ പവൻ കല്യാണും ഒരുമിച്ച് കൊണ്ടൊരു ശക്തമായ സഖ്യമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TDPനെയും BJP വിഴുങ്ങുന്നൊരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡിക്ക് ഏറ്റവും അധികം ഒരു ന്യൂനത എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അഴിമതി കേസുകളാണ്. ഈ അഴിമതി കേസുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ BJP ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളതിനാണ് കാര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുന്നണിയിലെ ഭാഗമാവാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരിക്കലും ജഗൻമോഹൻ റെഡ്ഡിക്ക് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന അഭ്യൂഹം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ജഗൻമോഹൻ റെഡ്ഡിയുമായി സംസാരിച്ചു എന്നാണ്. അപ്പോൾ അതുവഴി ഒന്നെങ്കിൽ വൈ.എസ്.ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു റീ എൻട്രി കോൺഗ്രസ്സിലേക്ക് ജഗൻമോഹൻ റെഡ്ഡിയുടെ, അതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും DK ശിവകുമാർ എന്ന് പറയുന്ന ശക്തനായ നേതാവ് സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസ്സിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരിക്കാനുള്ള കഴിവും ഒരു കൺസെൻസസിലെത്താനുള്ള ആ ഒരു പ്രാവീണ്യവും കോൺഗ്രസ്സിന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെലങ്കാനയ്ക്കും കർണാടകയ്ക്കും കേരളത്തിനും ശേഷം മറ്റൊരു സ്റ്റേറ്റിലും കൂടെ, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും കൂടെ കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കോൺഗ്രസ്സിൻ്റെ ദേശീയ നേതൃത്വം ക്രിയാത്മകമായി ആ അവസരത്തെ മുതലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏവർക്കും നന്ദി.